വലമ്മകും ബിദുആഇക റബ്ബി ശഖിയാ. സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ സൂറത്തു മറിയമിന്റെ 4-ാമത്തെ വചനത്തിൽ അല്ലാഹ് പറയുകയാണ്, വലമ്മകും ബിദുആഇക റബ്ബി ശഖിയാ. ഇതൊരു പ്രവാചകൻ പറഞ്ഞ പ്രാർത്ഥനയാണ്, ഇതൊരു പ്രവാചകന്റെ ദുആയാണ്. സഹോദരങ്ങളെ, ആദ്യം പറഞ്ഞത് ഈസാ നബിയുടെ കഥയെങ്കിൽ രണ്ടാമതായിട്ട് അല്ലാഹു പറയുന്നത് ആരുടെ കഥയെന്നറിയോ? മഹാനായ സക്കരിയ അലൈഹിസ്സലാം പറയുകയാണ്. ഈ സന്ദർഭത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരോട് സക്കരിയ നബിയുടെ കഥ പറയാനുള്ള സമയത്തിന്റെ കുറവ് മൂലം ഞാൻ വിശാലമായി അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷെ മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാമിനെ പറ്റിയിട്ട് അല്ലാഹു പരാമർശിക്കുന്നത്, ജീവിതത്തിൽ അല്ലാഹു എല്ലാം നൽകി, സന്തോഷം കൊടുത്തു, പ്രവാചകത്വം കൊടുത്തു, എല്ലാം കൊടുത്തു. പക്ഷേ സക്കരിയ നബിക്ക് അല്ലാഹു കൊടുക്കാത്തതൊന്നേ ഉള്ളൂ, ഒരു പൊന്നുമോൻ അല്ലെങ്കിൽ ഒരു പൊന്നുമോള്. മക്കളില്ല സക്കരിയ നബിക്ക്. സക്കരിയ നബി അലൈഹിസ്സലാമിന് എല്ലാം കൊടുത്തു, പക്ഷെ മക്കളെ കൊടുത്തില്ല. മക്കളെ അല്ലാഹു കൊടുത്തില്ല. ആ സമയത്ത് സക്കരിയ നബി ദുആരെന്ന ഒരു ദുആയാണ് അല്ലാഹു തആല പറയുന്നത്. സക്കരിയ നബി പറയുന്നു, വലം അക്കും ബിദുആഇക റബ്ബി ശഖിയാ. ഒന്ന് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലാണെങ്കിൽ, രണ്ടാമത് അല്ലാഹ് പറയുന്നു വലം അക്കും ബിദുആഇക റബ്ബി ശഖിയാ. പടച്ചോനെ, നിന്നോട് തേടിയതിന്റെ പേരില്, നിന്നോട് ദുആ ചെയ്തതിന്റെ പേരില് ഞാൻ രണ്ടു വീട്ടിലും പരാജയപ്പെട്ടിട്ടേ ഇല്ല. വലം അക്കും ബിദുആഇക റബ്ബി ശഖിയാ. നിങ്ങൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം. ഇത് സക്കരിയ നബി എപ്പോഴാ പറഞ്ഞെന്നറിയോ? നാസർ സാഹിബിന് എത്ര മക്കളുണ്ട്? 3 പേര്. ഉസ്താദിന് എത്രയുണ്ട്? 3. എനിക്ക് 3 മക്കളാണ്. ഇവിടെ ഇരിക്കുന്നവർക്ക് 3 മക്കളുണ്ടാവും, 2 മക്കളുണ്ടാവും, 4 മക്കളുണ്ടാകും, 1 കുട്ടി ഉണ്ടാവും, മക്കളില്ലാത്തവരുണ്ടാവും. മക്കൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു വലിയ അഴക്, ആനന്ദം, സൗരഭ്യം, സൗന്ദര്യം, നേരം പോക്ക്, ഇതൊക്കെയല്ലേ നമ്മുടെ മക്കള്. എല്ലാം ഉണ്ടെന്ന് വെക്കും. അധികാരമുണ്ട്, പൈസയുണ്ട്, ഭക്ഷണമുണ്ട്, കിടക്കയുണ്ട്, യാത്ര ചെയ്യാൻ സൗകര്യമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഒരു കുട്ടി ഇല്ലെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. വേറെ എന്തും നേടാം. ആരും അറിയാതെ പിൻവാതിലൂടെ നമുക്ക് പണം കൊടുത്തിട്ട് നിയമനം നേടാം, വലിയ ഉദ്യോഗസ്ഥനാകാം. ആരും അറിയാതെ കാശ് കൊടുത്തിട്ട്, കള്ള് കൊടുത്തിട്ട് നമുക്ക് അധികാരം നേടാം. അങ്ങനെയാണല്ലോ. പിന്നെ മരിച്ച് മണ്ണോട് ചേർന്ന ആളുകളുടെ പേരിലും കള്ള വോട്ട് ചെയ്ത് ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ നടന്നതുപോലെ അധികാരത്തിൽ വരാം. അതിലൊന്നും ഒരു തടസ്സവും ഇല്ല, എന്തും നേടാം. സ്നേഹിച്ച പെണ്ണിനെ നമുക്ക് എത്ര വലിയ കുടുംബത്തിൽപ്പെട്ട പെണ്ണാണെങ്കിലും നമുക്ക് സുഖമായിട്ട് ആ പെണ്ണിനെ കല്യാണം കഴിക്കാം. എന്ത് നമുക്ക് ദുനിയാവിൽ നേടാം, അല്ലേ? പൈസ ഉണ്ടാക്കിക്കൂടെ? പൈസ ഉണ്ടാക്കിക്കൂടെ? അള്ളാന്റെ പേര് വെച്ചിട്ട് പൈസ ഉണ്ടാക്കുന്നവരുണ്ട്, അള്ളാഹുവിന്റെ വിശേഷണം വെച്ച് പൈസ ഉണ്ടാക്കുന്നവരുണ്ട്, ആണയിട്ട് പൈസ ഉണ്ടാക്കുന്നവരുണ്ട്, കള്ളത്തരം പറഞ്ഞ് പൈസ ഉണ്ടാക്കുന്നവരുണ്ട്, ആത്മീയ ചൂഷണം നടത്തി പൈസ ഉണ്ടാക്കുന്നവരുണ്ട്, ഇല്ലേ? എന്തെല്ലാം രീതിയിൽ പണം ഉണ്ടാക്കുന്ന ശൈലികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, ഇനി കാണാൻ കിടക്കുന്നു. എല്ലാം നമുക്ക് നേടാം. എന്താ നേടാൻ പറ്റാത്തത്? ആരോഗ്യം. പൈസ കൊടുത്ത ആരോഗ്യം കിട്ടൂലേ? ഈ മുഖം വേണ്ട, എനിക്ക് ഈ മുഖത്തിനപ്പുറത്ത് ഞാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു മുഖം എന്ന് പറഞ്ഞാൽ കോസ്മെറ്റിക് പ്ലാസ്റ്റിക് സർജറിയിലൂടെ ഇന്ന് നമ്മുടെ സൗന്ദര്യം പോലും മാറ്റിവെക്കാം. നമുക്ക് എന്തും വാങ്ങാം. പക്ഷേ ഒരിക്കലും നമുക്ക് കിട്ടാത്ത ഒന്നുണ്ട്. ഒരു കുഞ്ഞിനെ നമുക്ക് കിട്ടണമെങ്കിൽ അള്ളാഹു കനിഞ്ഞരളിയാൽ മാത്രമേ കഴിയൂ. അല്ലാതെ മരുന്ന്, പച്ചമരുന്ന് കുടിച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ ആറ്റാങ്കര കൊണ്ടുവന്ന പാറയിൽ ഉരുളി കമത്തിയത് കൊണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ആറ്റാങ്കരയ്ക്ക് പോകുന്ന വഴിയിൽ ഒരു പാറയിൽ ഉരുളി കമത്തിയ മക്കളുണ്ടാവും എന്ന് പറഞ്ഞു. ഇതൊക്കെ ഒരു ആത്മീയ തട്ടിപ്പാണ്. പിന്നെ എവിടെയോ കൊണ്ടുവന്ന് കരിവള തൂക്കിയാലും മക്കളുണ്ടാവും എന്ന് പറഞ്ഞു. സക്കരിയ നബിക്ക് എന്തേ പാറയില്ലായിരുന്നോ? സക്കരിയ നബിയുടെ കാലഘട്ടത്തില് ഇതുപോലെ മരത്തിന്റെ ചില്ലകളില്ലായിരുന്നോ? അന്ന് അവിടെ കൊണ്ടുവന്ന് ചെറിയ കരിവളയോ അല്ലെങ്കിൽ തൊട്ടിൽ കെട്ടിയാ പോരായിരുന്നോ?
പക്ഷേ അതൊന്നും ചെയ്യാതെ സക്കരിയ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദുആരന്നു. നിങ്ങൾ അറിയണം എന്റെ പ്രിയപ്പെട്ടവരെ, സക്കരിയ നബിക്ക് 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന് വഹനൽ അളമു, എല്ല് മുഴുവനും ക്ഷയിച്ചു പോയി. എഴുന്നേറ്റ് നിന്നാലല്ലേ ഒരു കുഞ്ഞുണ്ടാവുള്ളൂ, അതിനുള്ള ആരോഗ്യമില്ല. അതുപോലെ റൗസു ഷൈബ, തലമുടിയൊക്കെ നരച്ചിട്ട് വെളുത്തുപോയി, പ്രായം ഒത്തിരിയായി, വയസ്സായി. ഇത് 2 ബലഹീനതകൾ സക്കരിയ നബിക്കുണ്ട്. സക്കരിയ നബിയുടെ ഭാര്യയ്ക്കോ വംറഅത്തി ആഖിറ, സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ പ്രസവിക്കാത്ത പെണ്ണാണ്. ഇവിടെ എന്താ പറയാ അതിന്? പ്രസവിക്കാത്തവർക്ക് എന്താ പറയാ? ഞങ്ങളുടെ നാട്ടില് അതിനെ മലടി എന്ന് പറയും. ഇവിടെ പറയില്ലേ മലടി? മച്ചി എന്ന് പറയില്ലേ? അത് പറയും. പ്രസവിക്കില്ല, അതൊന്നും മോശമായ പദമൊന്നും അല്ല. മക്കളില്ല, ഇത്ര തന്നെ. മക്കളില്ല, മക്കള് വേണ്ടാന്ന് വെക്കുന്നവരുണ്ട്. ചൈൽഡ് ഫ്രീ, മക്കള് വേണ്ട എന്ന് പറയുന്നവരുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിൽ ദമ്പതിമാരായ 2 പേര്, അവര് മക്കള് വേണ്ട, ഞങ്ങളുടെ സമയം മുഴുവനും മക്കളെ വളർത്താനുള്ളതല്ല, രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാനെന്ന് പറഞ്ഞ ഒരു ഭാര്യ ഭർത്താവ് ദമ്പതിമാര് ദേശീയ രാഷ്ട്രീയത്തിലുണ്ട്. തൽക്കാലം പേര് പറയുന്നില്ല. അങ്ങനെ മക്കളില്ലാത്തവർ വേണ്ട എന്ന് വെച്ചവരുണ്ട്, പക്ഷെ മക്കളില്ലാത്തവരുണ്ട്. സക്കരിയ നബി അലൈഹിസ്സലാമിനെ നരബാധിക്കുകയും ശരീരത്തിന്റെ എല്ലുകൾ ക്ഷയിച്ചു പോവുകയും ചെയ്യുന്ന മാരകമായ ഒരു കാരണവശാലും മക്കൾ ഉണ്ടാവുകയില്ല എന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതുന്ന അവസ്ഥയിൽ ബലഹീനനായ സക്കരിയ നബി തന്റെ പ്രിയപ്പെട്ട ഭാര്യയാകട്ടെ മച്ചിയാണ്, പ്രസവിക്കില്ല എന്ന് വിധി എഴുതപ്പെട്ടവൾ. അപ്പോഴാണ് ദുആരക്കുന്നത്. ആര്? സക്കരിയ നബി ദുആരക്കാൻ. എന്താ ദുആരെന്നത്? പടച്ചോനെ റബ്ബി ഹബിലി മില്ലദുങ്ക ദുർരിയത്തുൻ ത്വയ്യിബ, എനിക്കൊരു കുട്ടിയെ തരുവോ അല്ലാഹ്, എനിക്കൊരു കുട്ടിയെ തരുവോ തമ്പുരാനെ, എനിക്കൊരു സന്താനത്തെ നീ തരണം തമ്പുരാനെ. എന്നിട്ട് സക്കരിയ നബി അലൈഹിസ്സലാം ആ ദുആയോടൊപ്പം പറഞ്ഞൊരു വാക്കെന്തെന്നറിയോ? വലം അക്കുംബി ദുആയിക റബ്ബി ശഖിയ, അല്ലാഹ് നിന്നോട് ചോദിച്ചിട്ട് ഞാൻ ഇന്ന് വരെ പരാജയപ്പെട്ടിട്ടില്ല. ഇങ്ങനെ പറഞ്ഞ അല്ല കൊടുക്കാതിരിക്കുവോ? എങ്ങനെ കൊടുത്തു സഹോദരങ്ങളെ? പ്രസവിക്കാത്ത പെണ്ണ്, ആരോഗ്യം നശിച്ചു പോയ ഭർത്താവ്, അങ്ങനെയുള്ള ദമ്പതിമാർക്ക് എങ്ങനെ മക്കളെ കിട്ടും? അള്ളാഹുവിന് വലിയ അത്ഭുതമാണോ? അള്ളാഹുവിന് വലിയ പ്രയാസമാണോ? ആ സക്കരിയ നബി അലൈഹിസ്സലാമിനെ വിളിക്കുന്നു. യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാം ഇസ്മുഹു യഹ്യ. ഓ സക്കരിയ നബിയേ, ഇതാ നിങ്ങൾ സന്തോഷിച്ചുകൊള്ളൂ, നിങ്ങൾക്ക് ഞാനൊരു മകനെ തരാൻ പോവുകയാണ്. ആ മകന് അള്ളാഹു തന്നെ പേരിട്ട് കൊടുക്കുകയാണ്. പ്രസവാനന്തരം പള്ളിയിലെ ഉസ്താദ് പേരിട്ട് വിളിച്ചതല്ല, പ്രസവിച്ചതിന് ശേഷം പുറത്തു നിൽക്കുന്ന വാപ്പ പേരിട്ട് വിളിച്ചതല്ല, ഏതെങ്കിലും പുസ്തകത്തിലോ ഏതെങ്കിലും വ്യക്തികളുടെ പേരിട്ടതല്ല, പിന്നെയോ അള്ളാഹു തന്നെ പേരിട്ട് കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, യഹ്യാ നബി അലൈഹിസ്സലാം എന്ന പ്രവാചകൻ സക്കരിയ നബിയുടെ പൊന്നുമോനായി അള്ളാഹു ഭൂമിയിൽ ഉദയം ചെയ്തില്ലേ? ആ സക്കരിയ നബിക്ക് അള്ളാഹു മക്കളെ കൊടുത്തത് എന്തിന്റെ പേരിലെന്നറിയോ? ആരോഗ്യം നശിച്ച് മരബാധിച്ച് എല്ലുകൾ ദുരുമ്പിച്ച് പോയ ഒരു വന്ധ്യവയോധികനായ ഭർത്താവ്, ആ പ്രസവത്തിന്റെ പ്രസവത്തിന്റെ യാതൊരു നിലയിലുള്ള സാന്നിധ്യമോ അല്ലെങ്കിൽ സാഹചര്യങ്ങളും ഇല്ലാത്ത ഒരു പെണ്ണ്, മച്ചിയായ പെണ്ണ്, ഈ 2 പേർക്കും അല്ലാഹു യഹ്യ എന്ന ഒരു മകനെ കൊടുക്കുമ്പോ അതിന് കാരണം എന്തെന്നറിയോ? സക്കരിയ നബിയുടെ പ്രാർത്ഥനയാണ്. സക്കരിയ നബി ദുആരക്കുമ്പോ പറഞ്ഞതെന്താണ്? വലം അകും ബിദുആഇക റബ്ബി ശഖിയ. പടച്ചവനെ, നിന്നോട് ദ്വാരന്നിട്ട് ഞാൻ ഇന്ന് വരെ പരാജയപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് തരണേ തമ്പുരാനെ. ചോദിച്ചു നോക്ക്, എന്താ വേണ്ടത് നിങ്ങൾക്ക്? എന്താ വേണ്ടത്? എനിക്ക് നിങ്ങൾക്കും എന്താ വേണം? അള്ളാനോട് ചോദിക്കണം. എങ്ങനെ ചോദിക്കണം? പള്ളിയിലെ ഉസ്താദ് ദുആരക്കുമ്പോ ബൈനഹുമായിൽ കയ്യും വെച്ചോണ്ടിരുന്നാ പറ്റൂല. പള്ളിയിലെ ഉസ്താദ് ദുആരക്കുമ്പോ അയാളുടെ ദുആയിൽ തെറ്റുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഇരുന്നാ പറ്റൂല.
പള്ളിയിലെ ഉസ്താദ് ദുആരക്കുമ്പോ അതിന്റെ അർത്ഥം പഠിക്കുകയും അല്ലെങ്കിൽ ഉസ്താദിനോട് ചോദിക്കുകയും അല്ലെങ്കിൽ ഖുർആനിന്റെ വിശുദ്ധമായ ഖുർആനിൽ എത്രയോ നൂറുകണക്കിന് ആ ദുആകൾ അല്ലാഹു പഠിപ്പിച്ചു. ഇതൊക്കെ നമ്മളൊന്ന് പഠിച്ചിട്ട് നമ്മൾ അല്ലാഹുവോട് ചോദിക്കും, എന്താ നമുക്ക് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിലില്ലേ? ആ ഖുർആനിൽ അല്ലാഹ് എത്ര ദുആ പഠിപ്പിച്ചു. നമ്മുടെ ജീവിതത്തിന്റെ A to Z, അടുക്കള മുതൽ അന്താരാഷ്ട്രം വരെ, പരമാണു മുതൽ പരലോകം വരെ, അടുക്കള മുതൽ അന്താരാഷ്ട്രം വരെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും അല്ലാഹു തആല പരാമർശിച്ചുകൊണ്ട് പ്രാർത്ഥനകൾ പഠിപ്പിച്ചില്ലേ? നമുക്ക് ചോദിച്ചൂടെ? എങ്ങനെ ചോദിക്കണം? നമ്മൾ ചോദിക്കുന്നത് ശരിയായ രീതിയിലല്ല. ഒരാളോട് അഴകുഴമ്പൻ രീതിയിൽ നമ്മൾ ചോദിച്ചാൽ അയാൾ നമുക്ക് തരൂല. തരുവോ? എന്നോട് വന്നിട്ട് ഒരാള് ഒരു അഴകുഴമ്പന്മായി ശൈലിയിൽ ചോദിച്ചാൽ ഞാൻ അയാൾക്ക് കൊടുക്കൂല. എന്നോട് ചോദിക്കുമ്പോ എന്നിൽ നിന്ന് കിട്ടുന്നെങ്കിൽ വാങ്ങാമെന്ന സ്ഥിതിയിലാണെങ്കിലും ഞാൻ കൊടുക്കില്ല. എന്നോട് ചോദിക്കുന്ന ഒരാള് കിട്ടുമെന്ന് ഉറപ്പും എന്നോടേ ചോദിക്കാൻ അയാൾക്ക് കഴിയൂ എന്നും കൊടുക്കാൻ എന്റെ കയ്യിൽ ഉണ്ട് എന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ കൊടുക്കൂലേ? ഇതല്ലേ പടച്ചോൻ? ഇതല്ലേ പടച്ചോൻ? പടച്ചോനോട് ചോദിച്ച നമ്മുടെ വീട്ടിൽ വന്ന് പാപ്പാങ്കുളങ്ങരയും ചുറ്റുമൂലയിലും അതുപോലെ തന്നെ പിന്നെ പരിസര പ്രദേശങ്ങളിലും വന്നിട്ട് രാവിലെ കതകിനെ മുട്ടി. കതക് തുറന്നപ്പോ ഒരു പാവപ്പെട്ടവൻ 50 രൂപ കൊടുത്തു. പിറ്റേ ദിവസം, പിറ്റേ ആഴ്ച ആവട്ടെ, പിറ്റേ മാസം ആവട്ടെ, പിറ്റേ ആഴ്ച വീണ്ടും കതകിന് മുട്ടുന്നു, ബെല്ലടിക്കുന്നു. ചെന്ന് നോക്കുമ്പോ ഒരാഴ്ചക്ക് മുമ്പ് വന്ന അതേ ആള് തന്നെയാണ്. ഒരു 20 രൂപ എടുത്തു കൊടുക്കും, അല്ലേ? മൂന്നാമത്തെ ആഴ്ച നോക്കുമ്പോ ബെല്ലടിക്കുന്നു, ചെന്ന് തുറക്കുമ്പോ അയാള് തന്നെ. ഒരു 5 രൂപ നമ്മൾ കൊടുക്കും. നാലാമത്തെ പ്രാവശ്യം വരുമ്പോ ചോദിക്കും, നിനക്ക് ഇത് തന്നെ പണി? നിനക്ക് വേറെ വീട്ടിൽ പൊയ്ക്കൂടെ? ഞാൻ തന്നതുകൊണ്ടല്ലേ നീ വീണ്ടും വീണ്ടും വരുന്നത്? ഇതാണ് മനുഷ്യൻ. പക്ഷെ അള്ളാഹുവോ ഒരിക്കൽ ചോദിച്ചാൽ തരൂല, രണ്ടാമത് ചോദിച്ചാലും തരില്ല, മൂന്നാമത് ചോദിച്ചാലും തരില്ല, നാലാമത് ചോദിച്ചാലും തരില്ല. കാരണം എന്താ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹ് ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അയാള് ചോദിക്കുന്നത് ആ സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ അള്ളാഹു വിളിച്ചിട്ട് പറയും, ജിബ്രീൽ അവന് ഒന്നും കൊടുക്കരുത്, ഈ ചോദിക്കുന്നവൻ ഒന്നും കൊടുക്കരുത്. അവന്റെ വിളി എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. എനിക്ക് അവന്റെ കിന്നാരം, അവന്റെ യാചന, അവന്റെ ആ ഒരു സങ്കടം, എന്നോട് അവന്റെ മനസ്സലിഞ്ഞുള്ള പ്രാർത്ഥന എനിക്ക് വല്ലാതെ ഇഷ്ടമാണ്. അതുകൊണ്ട് കുറച്ച് ചോദിക്കട്ടെ, ഞാൻ പിന്നെ കൊടുത്തോളാം, അവനെ വിട്ടേക്ക്, അവനിപ്പോ ഒന്നും കൊടുക്കണ്ട. ഹദീസാണ്. നമ്മൾ കരുതുന്ന എന്താ? ഞാൻ ചോദിച്ചിട്ട് അല്ലാഹ് ഒന്നും തരുന്നില്ല. എന്നാൽ അള്ളാഹ്ക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരാൾ ചോദിക്കുമ്പോ ജിബ്രീലിനെ വിളിച്ചിട്ട് അള്ളാഹു പറയുമത്രേ അലൈഹിസ്സലാം, ജിബ്രീൽ, ആ വിളിക്കുന്നവന്റെ വിളി എനിക്ക് വല്ലാത്തൊരു അരോചകമാണ്, എന്തെങ്കിലും കൊടുത്തങ്ങ് വിട്, എന്തെങ്കിലും കൊടുത്ത് വിട്. അതുകൊണ്ടാണ് ചോദിക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും അവനോട് അള്ളാഹിന് വലിയ ഇഷ്ടമാണ്. നമ്മളല്ലെങ്കിലും പൊതുവെ മണ്ടന്മാരാണല്ലോ. നമ്മളല്ലെങ്കിലും പൊതുവെ മണ്ടന്മാരാണ്. നമ്മൾ വിചാരിക്കുന്നതൊക്കെ എങ്ങനെയാണ്? പള്ളിയിൽ പോയ ആദ്യം പോവും, 10 മണിക്ക് 11 മണിക്ക് പോയ ഏറ്റവും പുറകെ പോയിരിക്കും. 1:30 മണിക്ക് ജുമയ്ക്ക് വരുന്നവൻ നേരെ ഇവന്റെ പെടലി ചവിട്ടിക്കൊണ്ട് ഫ്രണ്ടിൽ പോയിരിക്കും, അല്ലേ? ഇവൻ നേരത്തെ വന്നതിന്റെ കൂലി കിട്ടിയെങ്കിലും ഫ്രണ്ട് സഫിൽ ഇരുന്നതിന്റെ കൂലിയില്ല. മറ്റവന് താമസിച്ച് വന്നതിന്റെ പെടലി ചവിട്ടി മരിച്ചതിന്റെ ഈ ആളുകളെ ഇടങ്ങേറാക്കിയതിന്റെ ശിക്ഷ ഉണ്ടെങ്കിലും 1-ാം സഫിൽ നിന്ന് എന്റെ കൂലിയും കിട്ടുന്നു, അല്ലേ? നമ്മളെ മണ്ടന്മാരല്ലേ? നമ്മൾ ആദ്യം പോയിരിക്കണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ പടച്ചോൻ തന്നില്ലെങ്കിൽ നിർത്തരുത്. അള്ളാഹിനോട് പറയണം, വലം അക്കും ബിദുആഇക റബ്ബി ശഖിയ, പടച്ചോനെ എനിക്ക് നീയേ ഉള്ളൂ, നിന്നോട് ചോദിച്ചാൽ എനിക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ട്. നാളെ വരെ കിട്ടിയിട്ടുണ്ട്, എനിക്കറിയാം നീ എന്നെ പരാജയപ്പെടുത്തില്ല. നിന്നോട് ചോദിച്ചിട്ട് ഞാൻ ഇന്ന് വരെ പരാജയപ്പെട്ടിട്ടില്ല. ലാ യജ്തമിഉ ശഖാഉ മഅ ദുആ. രണ്ടാമത്തേത് അതാണ്, ദുആ ചെയ്തത് കൊണ്ട് ഒരാൾ പരാജയപ്പെടില്ല. ചോദിച്ചോ, അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കണം. വലമ്മക്കും ബിദുആഇക റബ്ബി ശഖിയ, പടച്ചവനെ നിന്നോട് ചോദിച്ചതിന്റെ പേരിൽ ഞാൻ ഇന്ന് വരെ പരാജയപ്പെട്ടില്ല അല്ലാ. അതാ സക്കരിയ നബി അലൈഹിസ്സലാമിന് അല്ലാഹ് മകനെ കൊടുക്കുന്ന യഹ്യ. അറിയുമോ, ഹുദൈഫത്ത് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് എന്തുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കാത്തത്? മക്കൾക്ക് വേണ്ടി ദുആ ചെയ്ത ഉമ്മ എങ്ങനെയാണ് നമ്മൾ ദുആരക്കേണ്ടതെന്നറിയോ? ഹുദൈഫത്ത് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലയതിയന്ന അലന്നാസി സമാൻ, ഒരു കാലം ജനങ്ങൾക്ക് വരാനുണ്ട്, ലാ യൻജു ഫീഹി, അതിൽ നിന്ന് ആരും തന്നെ രക്ഷപ്പെടും
രക്ഷപ്പെടുകയില്ല. ആ കാലഘട്ടത്തിൽ ആരും രക്ഷപ്പെടുകയില്ല. ഇല്ലാ മൻ ദആ, ദുആ ചെയ്യുന്നവനല്ലാതെ രക്ഷപ്പെടുകയില്ല. സഹോദരങ്ങളെ, ഇന്ന് നിസ്കാരം കഴിഞ്ഞാൽ എന്നെ കൊണ്ട് ഇത്രയേ പറ്റോളൂ, വേണമെങ്കിൽ പിടിച്ചോ പടച്ചോനെ എന്ന് പറഞ്ഞിട്ട് നിസ്കാരം കഴിഞ്ഞ് ഇമാമ് ഒരു ദിക്ർ പറയുമ്പോ അത് കേട്ടിട്ടൊന്നും പറയാനുള്ള മനസ്സില്ലാതെ പൊടിയും തട്ടി ഇറങ്ങി പോകുമ്പോ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പരിശുദ്ധമായ ദീനിന്റെ ഇന്നലകളിൽ നമ്മളെ ദീനീ ബോധം പഠിപ്പിച്ച മഹത്തുക്കളിൽപ്പെട്ട ഹുദൈഫത്ത് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലയഅതിയന്ന അലന്നാസി സമാൻ, ഒരു കാലം വരാനുണ്ട്, ലയൻജു ഫീഹി ലാ യൻജു ഫീഹി, അതിൽ രക്ഷപ്പെടുകയില്ല ഇല്ലാ മൻ ദആ, ദുആ രക്കുന്നവനല്ലാതെ. ദുആ ചെയ്യുന്നവനൊക്കെ രക്ഷപ്പെടും, ദുആ ചെയ്യുന്നവനൊക്കെ രക്ഷപ്പെടും. എങ്ങനത്തെ ദുആ? എങ്ങനത്തെ ദുആ? കദുആഇൽ ഗരീഖി, കദുആഇൽ ഗരീഖി. നമ്മൾ പള്ളിയിൽ ദുആ രക്കുന്നത് എങ്ങനെയാണ്? നമ്മളിങ്ങനെ കൈവയ്ക്കും, അതുവഴി പോകുന്ന എല്ലാവരെയും നോക്കിയിരിക്കും. നമ്മളിങ്ങനെ പുതിയാപ്പള സദസ്സിൽ വന്ന് നിക്കാഹ് കഴിഞ്ഞ ദുആ രക്കാണ്. യവന്റെ നിക്കാഹിനെ സ്വീകരിക്കണം, യവന് സാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കണം. ഇതൊക്കെ ഉസ്താദ് ദുആ രക്കുമ്പോ യവൻ ഇങ്ങനെ നോക്കിയിരിക്കാൻ, ആരൊക്കെ വന്നു ആരൊക്കെ വന്നില്ല, എവിടെയാ ഫോട്ടോഗ്രാഫർ, എവിടെയാണ് വീഡിയോഗ്രാഫർ, എവിടെയാണ് അങ്ങനെ കൂട്ടുകാരെവിടെ എന്നൊക്കെ പറഞ്ഞ് പണി തരാൻ ആരൊക്കെ വന്നിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കാൻ. ഇങ്ങനെ റബ്ബിനോട് ദുആ രന്നാ കിട്ടുവോ? കിട്ടൂല. എങ്ങനെ ദുആ രക്കേണ്ടത്? കദുആഇൽ ഗരീഖി, കദുആഇൽ ഗരീഖി. നാളത്തെ കിഴക്കൻ ചക്രവാളത്തിൽ അരുണന്റെ കിരണങ്ങൾ പ്രകടമാകുമ്പോ സുബഹി നമസ്കാരത്തിന് പാപ്പാങ്കുളങ്കര പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ ആ പള്ളിയിലെ നിസ്കാരത്തിന് പോകുന്ന ഓരോ വിശ്വാസികളും ബാങ്കിന്റെ ശബ്ദം കേട്ട് സടകുടഞ്ഞെഴുന്നേറ്റ് വീടിന്റെ ഉള്ളിൽ മുസല്ല വിരിച്ച് നിസ്കാരപ്പായ വിരിച്ച് നിസ്കാര കുപ്പായം ധരിച്ച് നമസ്കരിക്കുന്ന ഓരോ സ്ത്രീകളും ദുആ രക്കേണ്ടത്, എനിക്ക് അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല, എത്ര ദുആ എന്നിട്ടും സ്വീകരിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോ നേരത്തെ പറഞ്ഞത് ഉള്ളതാണെങ്കിലും പ്രിയപ്പെട്ടവരെ, ദുആ രക്കണമെങ്കിൽ എങ്ങനെ ദുആ രക്കണം? കദുആഇൽ ഗരീഖി, ഗരീഖിന്റെ ദുആ നിങ്ങൾ ചെയ്യുക. ഗരീഖ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ അകപ്പെട്ടു പോയ ഒരാൾ, മുങ്ങിപ്പോവുക ഒരാള് വെള്ളത്തിൽ. കടലാകാം, കായലാകാം, പുഴയാകാം, തോടാകാം, ആറാകാം, നദിയാകാം, എന്തായാലും വെള്ളത്തിൽ വീണുപോയി. ആ വെള്ളത്തിൽ വീണ് കിടക്കുന്ന ഒരാള് രക്ഷപ്പെടാൻ വേണ്ടി എങ്ങനെ ആയിരിക്കും വിളിക്കുക? അതുപോലെ ദുആ ചെയ്താലല്ലാതെ നമ്മൾ രക്ഷപ്പെടില്ല. നമ്മുടെ ദുആ അങ്ങനെയാണോ? നമ്മൾ വെള്ളത്തിൽ മുങ്ങിപ്പോകുമ്പോ അടുത്തൂടെ പോകുന്ന ആളുകളെ നമ്മളിങ്ങനെ അലക്ഷ്യമായിട്ട് എന്നെ രക്ഷപ്പെടുത്തിയിട്ട് പോ എന്നൊന്നും പറയില്ലല്ലോ. നമ്മൾ നിലവിളിക്കും, നമ്മൾ അവനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തെന്ന് പറഞ്ഞ് വെള്ളം കഴുത്ത് കഴിഞ്ഞ് വെള്ളം വായയുടെ ഭാഗത്തെത്തി, വെള്ളം വായിലൂടെയും മൂക്കിലൂടെയും വെള്ളം കയറുമെന്ന ഘട്ടം വന്ന് വെള്ളത്തിൽ മുങ്ങിയിട്ട് നമ്മൾ മരിച്ചു പോകുമെന്ന ഘട്ടം വരുമ്പോൾ എങ്ങനാണോ ഒരു മനുഷ്യൻ നിലവിളിക്കുന്നത്, ആ നിലവിളി, ആ രീതിയിലുള്ള പ്രാർത്ഥന അള്ളാഹുവിന്റെ മുന്നിലേക്ക് കൈകൾ നീട്ടിയിട്ട് പ്രാർത്ഥിച്ചാലല്ലാതെ അവസാന കാലഘട്ടക്കാർ രക്ഷപ്പെടില്ല എന്ന് ഹുദൈഫത്ത് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുമ്പോ വലം അകും ബിദുആയിക റബ്ബി ശഖിയ, സക്കരിയ നബിയുടെ പ്രാർത്ഥന എത്ര അന്വർത്ഥമാണ്. പടച്ചോനെ, ഞാൻ നിന്നോട് ദുആ രന്നിട്ട് ഇന്ന് വരെ പരാജയപ്പെട്ടില്ല, അതുകൊണ്ട് എനിക്ക് നീ ഒരു കുട്ടിയെ തരണം. എന്റെ ഭാര്യ വന്നയാണെന്നുള്ളത് നീ നോക്കണ്ട, എനിക്ക് ആരോഗ്യമില്ല എന്നുള്ളത് പ്രശ്നമല്ല, എനിക്കൊരു കുട്ടിയെ കിട്ടിയേ പറ്റൂ, നിന്നോടല്ലാതെ ആരോടാ ഞാൻ ചോദിക്കുക, ചോദിച്ചിട്ട് ഇന്ന് വരെ നീ തരാതിരുന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് താതമ്പുരാനെ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു ഒരു സന്താനത്തെ കൊടുത്തു. ഇവിടെ പ്രിയപ്പെട്ടവരെ, മുങ്ങിപ്പോകാൻ ചാകാൻ പോകുന്ന ഒരാള്, വെള്ളത്തിൽ മുങ്ങിത്താഴുന്ന ഒരാളുടെ പ്രാർത്ഥന പോലെ പ്രാർത്ഥിച്ചാലല്ലാതെ നമുക്കൊരിക്കലും രക്ഷപ്പെടാൻ കഴിയുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് പ്രാർത്ഥന കൊണ്ട് രക്ഷപ്പെടുന്നവരിൽ ഒരു മൂർച്ച കൂട്ടലാണ്. ഒരു കഥ പറയുന്നുണ്ട്, ഏറ്റവും കൂടുതൽ മരം മുറിക്കുന്ന ഒരാൾക്ക് സമ്മാനം കൊടുക്കാൻ, ഏറ്റവും കൂടുതൽ മരം മുറിക്കുന്ന ആളിന്. അങ്ങനെ ഒരു വൃദ്ധൻ, ഒരു യുവാവ്, രണ്ടുപേരും മത്സരിക്കാൻ വേണ്ടി വന്നു. ആർക്കാണ് സമ്മാനം കിട്ടുക? എല്ലാവരും പറഞ്ഞു വൃദ്ധനല്ല, യുവാവിനാണ്. കാരണം യുവാവല്ലേ, ആരോഗ്യമുള്ളവനല്ലേ. അവനും വിചാരിച്ചു എനിക്കായിരിക്കും സമ്മാനത്തുക കിട്ടുക. ബെല്ലടിച്ചു, കാട്ടിലേക്ക് പറഞ്ഞു വിട്ടു, മരം വെട്ട് തുടങ്ങി. ചെറുപ്പക്കാരൻ ഇങ്ങനെ മരം വെട്ടുന്നതിനിടയിൽ വൃദ്ധനായ മനുഷ്യൻ മരം വെട്ടുന്നതിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്, ഇടയ്ക്കൊക്കെ ശബ്ദം കേൾക്കുന്നില്ല.
ആ സമയത്ത് ഈ യുവാവ് മനസ്സിൽ കുറിച്ചിടുകയാണ്, വൃദ്ധനല്ലേ, കിളവനല്ലേ, വിശ്രമിക്കുകയായിരിക്കും, അതുകൊണ്ട് വിജയം എനിക്ക് തന്നെയാണ് വിജയം. അയാൾ ഇങ്ങനെ മരം മുറിച്ചു, വളരെ ഒരു അലസനായിട്ട് മരം മുറിച്ചു. കാരണം വിജയം എനിക്ക് ഉറപ്പാണ്. ഇടയ്ക്കിടയ്ക്ക് അയാളുടെ ശബ്ദം കേൾക്കുന്നില്ല മരം വെട്ടുന്നതിന്റെ. അപ്പൊ അയാൾ വിശ്രമിക്കുകയായിരിക്കും, വയസ്സായ ഒരാളല്ലേ, അപ്പൊ എനിക്ക് സമ്മാനം ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ എന്തായാലും ഇടയ്ക്ക് ഒന്ന് വിശ്രമിക്കാനോ ഒന്നിനും പോകുന്നില്ല. ഒരു അലസ മട്ടിൽ അയാൾ മരം മുറിക്കാൻ തുടങ്ങി. ബെല്ല് മുഴങ്ങി. രണ്ടുപേരും കാട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നു. സമ്മാനത്തുക കൊടുക്കാൻ വേണ്ടിയിട്ട് സദസ്സിലേക്ക് പേര് വിളിച്ചു. എല്ലാവരും കരുതി യുവാവിനാണ്. യുവാവും ധരിച്ചു എനിക്കാണ് സമ്മാനം. പക്ഷേ ഒന്നാം സമ്മാനം വൃദ്ധനായിരുന്നു കിട്ടിയത്. വൃദ്ധനോട് ചോദിച്ചു, നിങ്ങൾ ഇടയ്ക്ക് വിശ്രമിച്ചല്ലേ, എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് വിജയിച്ചു? ആ സമയത്ത് സമ്മാനത്തുക വാങ്ങാൻ യുവാവിന്റെ അരികിലൂടെ നടന്നു പോകുന്ന വൃദ്ധൻ ആ യുവാവിനോട് പറഞ്ഞു, ഞാൻ ഇടയ്ക്ക് നിശബ്ദനായത് ഒരിക്കലും ഞാൻ വിശ്രമിച്ചതല്ല, മറിച്ച് എന്റെ മഴുവിന് മൂർച്ച കൂട്ടുകയായിരുന്നു. ഞാൻ മരം മുറിക്കാത്ത ശബ്ദം നിങ്ങൾ ശബ്ദം കേൾക്കാത്തത് ഞാൻ ആ സമയത്ത് ഉറങ്ങുകയോ വിശ്രമിക്കുകയോ ചെയ്തതല്ല. ഞാൻ എന്റെ മഴുവിന്റെ മൂർച്ച കൂട്ടുകയായിരുന്നു. ആ മൂർച്ചയിൽ എനിക്ക് ഒരുപാട് മരങ്ങളെ വീഴ്ത്താൻ സാധിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഒരുപാട് തിരക്ക് പിടിച്ച ജീവിതത്തിൽ ക്രയവിക്രയ വ്യവഹാര വ്യവസായ നമ്മളെ ഈ യാത്രകളിലും നമ്മുടെ ജീവിതത്തിന്റെ അന്നം തേടിയുള്ള പരക്കം പാച്ചിലിനിടയിലും നമുക്ക് കുറഞ്ഞ സമയം നമ്മൾ കണ്ടെത്തണം നമ്മുടെ മൂർച്ച കൂട്ടാൻ വേണ്ടി. ആ മൂർച്ച പ്രാർത്ഥന കൊണ്ടാണ് മുട്ടേണ്ടത്. ആ മൂർച്ച കൂട്ടേണ്ടത് പ്രാർത്ഥനയിലൂടെയാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് കരഞ്ഞ് നമ്മൾ ദ്വാരക്കുക. ഒരു മുങ്ങി താണു പോകുന്നവന്റെ പ്രാർത്ഥന അലക്ഷ്യമായി, അലസനായി, മടിയനായി ദ്വാരെന്നാൽ അള്ളാഹു കേൾക്കില്ല. ഗരീഖിന്റെ മുങ്ങിച്ചാകുന്നവന്റെ പ്രാർത്ഥന പോലെ നമ്മൾ ദുആ ചെയ്താൽ വലമ്മകും ബിദുആഇക റബ്ബി ശഖിയാ, പടച്ചവനെ നിന്നോട് ദുആ ചെയ്തിട്ട് ഞാൻ പരാജയപ്പെട്ടിട്ടില്ല അല്ലാ. ഇത് രണ്ടാമത്തെ